ആത്മീയ ഉണർവിൻ തിരുവരം ലഭിപ്പാൻ വിശ്വാസ സത്യമോടെ ജീവിക്കുവാൻ ആത്മീയ ഉണർവിൻ തിരുവരം ലഭിപ്പാൻ വിശ്വാസ സത്യമോടെ ജീവിക്കുവാൻ ദൈവിക സ്നേഹത്തിൻ മെഴുതിരികളേന്തി മിഴികൾക്കുമാരിവില്ലിൻ മേഘ സന്ദേശമായിതാ മിഖായേൽ വിഷൻ മിഖായേൽ വിഷൻ മിഖായേൽ വിഷൻ മിഖായേൽ വിഷൻ, വിഷൻ ഓഫ് ദ ഫെയ്ത്ത്. ദൈവത്തിന് സ്തുതി. എറണാകുളം ജില്ലയിലെ കണ്ടനാട് ഭദ്രാസനത്തിൽപ്പെട്ട മിഖായേൽ റാബോയുടെ നാമത്തിലുള്ള പരിശുദ്ധ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഈ ജില്ലയിൽപ്പെട്ട പല ഭാഗങ്ങളിലും ഇൻ്റർനെറ്റ് വഴി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ചെന്നെത്തുന്ന ഈ പരിശ്രമത്തോട് പങ്കുചേരുകയും ആവശ്യമായിരിക്കുന്ന എല്ലാ ഒത്താശകളും നിങ്ങൾക്ക് ചെയ്തു തരികയും അപ്പോൾ തന്നെ 2012 ക്രിസ്തുമസിൻ്റെ ആശംസകൾ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് നേരുകയും ചെയ്യുന്നു. ഇടുക്കി ഭദ്രാസനത്തിൻ്റെയും മൂവാറ്റുപുഴ മേഖലയുടെയും മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ അന്തോണിയോസ് തിരുമേനി ചേർന്നിരുന്ന് അനുഗ്രഹിക്കുന്നത് അതിരറ്റ നന്ദിയോടെ സ്മരിക്കുന്നു. കന്യകമറിയാമും യൗസേപ്പും കൂടെ പേർവഴി ചാർത്തപ്പെടുന്നതിനായിട്ട് നസറയത്തിൽ നിന്ന് ശമരിയ വഴി യഹൂദിയായിലെത്തി. 2 ദിനവൃത്താന്തം വായിക്കുമ്പോൾ വിവിധ ഭാഗങ്ങളിലായി കാണുന്നത് പോലെ ശേബാരാജ്ഞി ശലോമോൻ്റെ ജ്ഞാനത്തെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് കേട്ടിട്ട് കാണാനായി ചെന്ന ചരിത്രം അവിടെയുണ്ട്. അവൾ അത്ഭുതപ്പെട്ടു പോയി. എന്തെന്നാൽ യെരുശലേമിൽ അന്ന് 1000 പേർക്ക് സുഖമായി താമസിക്കാവുന്ന 5 സ്റ്റാർ ഹോട്ടലിൻ്റെ സൗകര്യങ്ങളോടുകൂടി ഉള്ള മുറികളും സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നിട്ട് സൃഷ്ടാവായ രക്ഷിതാവായ യേശുക്രിസ്തു അതുവഴി കടന്നുപോയതും മറ്റും കാണുവാനും ഗ്രഹിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും ഭാഗ്യം കിട്ടാത്ത രാജവംശവും മറ്റധിപതികളും നമുക്ക് ചിന്തിക്കാൻ പ്രയാസമാണ് ആ രാജ്യത്തെ ഭരിച്ചിരുന്നു. ഇന്ന് മാമലശ്ശേരി മിഖായേൽ റാബോയുടെ നാമത്തിലുള്ള ഇടവകയെ സംബന്ധിച്ചിടത്തോളവും ഇതിൽ ഒട്ടും ചെറുതല്ലാത്ത ഒരനുഭവമാണ്. 244 ദിവസത്തോളമായി പള്ളി തുറന്ന ആരാധനയ്ക്ക് സൗകര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനായജ്ഞം നടത്തപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെയോ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയോ കണ്ണ് തുറന്നിട്ടില്ല. യെരുശലേമിലേക്ക് നോക്കുമ്പോൾ ബേത്ലഹേമിൽ ജനിച്ച യേശുവിന് ലഭിച്ച അനുഭവത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഇന്ന് മാമലശ്ശേരി ഇടവകയ്ക്കുള്ളത്. ദൈവപുത്രനെ പ്രസവിക്കുവാനുള്ള സ്ഥലമോ സൗകര്യമോ ഏറ്റവും ഒടുവിൽ വഴിയമ്പലത്തിൽ വരെയും അന്വേഷിച്ചു. ആരും കണ്ണു തുറന്നില്ല. നമുക്ക് തിരിച്ചു പോകാം. പ്രാണവേദന അനുഭവിക്കുന്ന, പ്രസവവേദനയുടെ പ്രാണവേദന അനുഭവിക്കുന്ന
കന്യകമറിയാം 4 പാടും നോക്കുകയാണ്. യൗസേപ്പ് ഒരു മറയ്ക്ക് വേണ്ടി ചുറ്റി നടന്ന് ഓടുകയാണ്. ഇതിനിടയിൽ മറ്റൊരു സംഭവമുണ്ടായി. ഒരു സ്വർഗീയ ഗാനം കേട്ടു. ബേത്ലഹേം അതിനു മുൻപ് ഇതുപോലൊരു ഗാനം കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. മറിയാമിൻ്റെ പ്രസവവേദന ഒളിച്ചു പോയതുപോലെയായി. ഈറ്റില്ലത്തിന് മലാഖമാർ വേലി കെട്ടി, ദൈവദൂതന്മാർ പാട്ടുപാടി. വിശുദ്ധമുള്ള ലൂക്കോസ് 2:14 അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇന്നും കണ്ണു തുറക്കാത്ത ഒരു തലമുറയെയാണ് നാം കാണുന്നത്. വിശ്വസിക്കാൻ പ്രയാസമുള്ള സംഭവങ്ങളാണ്, നീചമായ, നികൃഷ്ടമായ, നിന്ദ്യമായ കാര്യങ്ങൾ നാം പാർക്കുന്ന ഭാരതത്തിൽ നടക്കുന്നത്. മനുഷ്യർ യാത്ര ചെയ്യുന്ന വാഹനത്തിനകത്ത് അരുതാത്ത, ചിന്തിക്കാൻ കഴിയാത്ത, ബന്ധപ്പെടാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ നടന്നുപോയി. അതിനെ പ്രതിഷേധിച്ചുള്ള മറ്റ് സംഭവങ്ങളും ഒട്ടും നല്ലതല്ലല്ലോ. ക്രിസ്തുമസ്, ഭൂമിയിൽ സമാധാനം, ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സന്തോഷം. ഈ ക്രിസ്തുമസ് ഇങ്ങനെ കടന്നു പോയിട്ട് കേരള ജനതയ്ക്ക് എന്ത് കിട്ടി? മാമലശ്ശേരി ഇടവകക്കാർക്ക് എന്ത് കിട്ടി? മാമലശ്ശേരി ഇടവകക്കാർ നിരാശപ്പെടരുത് എന്ന് പറയാനല്ല, മറ്റ് കഴിഞ്ഞ കാലത്ത് ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്, അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി അത് വെളിപ്പെടുത്തിയതാണ്. യേശുവിൻ്റെ ജനനം, അടുത്തവനെ അറിയുക, അറിയുന്നവനെ അംഗീകരിക്കുക, അവനും ഒരുമിച്ച് സന്തോഷിക്കുക. ഭൂമിയിൽ സമാധാനം അതാണ്. അശുദ്ധമായ, അരുതാത്ത മാർഗങ്ങളിൽ നിന്ന് മനുഷ്യർ ആകേണ്ട വിധത്തിലേക്ക് വരികയും സന്തോഷിക്കുകയും ചെയ്യണം. തെറ്റുകൂടാതെ ജീവിക്കുന്ന ഒരുത്തനല്ലാതെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുകയില്ല. യെരൂശലേമിൽ ഉണ്ടായതിൻ്റെ മറ്റൊരു പകർപ്പ് മാമലശ്ശേരിയിൽ ഉണ്ടാകുമ്പോൾ അതിൽ ദുഃഖിച്ച് കണ്ടുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനെ നേർവഴിക്ക് നടക്കാൻ അപേക്ഷിക്കുകയും അത് അനുസരിച്ച് ഇടവകയുടെ ജീവിതത്തെ വഴിതിരിക്കുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട പുല്യാട്ടേലച്ഛൻ യേശുക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ മാർഗം ഉള്ളിൽ കണ്ടുകൊണ്ട് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പരിശ്രമിക്കുകയാണ്, ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി. അപ്പോൾ സഭയിലെ എല്ലാ മെത്രാപ്പൊലീത്തന്മാരും അതിൽ സഹകരിക്കുമ്പോൾ എല്ലാ ദിവസവും പാതിരവരെയും മാറാതെ നിന്നനുഗ്രഹിക്കുന്ന അഭിവന്ദപിതാവായ അന്തിമോസ് തിരുമേനി പുതിയ ചരിത്രം കുറിക്കുകയാണ്. അത് യേശുക്രിസ്തു കാണിച്ച മാർഗമാണ്, സമാധാനത്തിൻ്റെ മാർഗമാണ്. എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ഈ വർഷത്തെ ക്രിസ്തുമസിൻ്റെ എല്ലാ മംഗളങ്ങളും ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് നേർന്നിട്ട് രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പിറവി അട്ടിടയന്മാർക്കും മലാഖമാർക്കും ആനന്ദിക്കുവാൻ കഴിഞ്ഞതുപോലെ എല്ലാവർക്കും ആനന്ദിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുമ്പോൾ 2013 അതിവേഗം കുതിച്ചോടുന്ന ഈ ലോകം, ഭാരതം പർദീസ എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനം, കേരള സംസ്ഥാനം, എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ വളരെ വിനയപൂർവ്വം നേരുന്നു. 2013 ഐശ്വര്യത്തിൻ്റെയും അതുവഴി അനുഗ്രഹത്തിൻ്റെയും അതുവഴി സമാധാനത്തിൻ്റെയും കാലയളവായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട്
2013 ഐശ്വര്യമുള്ളതായി തീരട്ടെ എന്ന് നേർന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. ഇനി ലോകത്തിൽ ഒരു സ്ഥലത്തും ഇതുപോലുള്ള നീച സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയാകാതിരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.